ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ വീഡിയോ ചെയ്യാനുള്ള കണ്ടന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കാലത്ത് ചേട്ടൻ പണിക്ക് പോയതിന് ശേഷം എൻ്റെ അടുത്തുള്ള കൊറിയർ ഓഫീസിൽ നിന്ന് ഒരു വിളി വന്നു, എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ചേട്ടനെ വിളിച്ച് ചോദിച്ചു, ചേട്ടൻ അങ്ങനെ കൊറിയർ വന്നിട്ടുണ്ട്, അപ്പോൾ എന്തൊരു ചേട്ടൻ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, നീ പോയി അടുത്തല്ല, നീ പോയി മേടിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ മേടിച്ചു. എന്താണെന്നറിയില്ല, ഒരു കൊറിയർ വന്നിട്ടുണ്ട്. ഈ ചേട്ടൻ വന്നിട്ട് വേണം ഇത് ഓപ്പൺ ചെയ്യണം ചേട്ടാ. അപ്പം നമുക്കിത് എന്താന്ന് നോക്കാം ചേട്ടൻ വന്നതിന് ശേഷം. അപ്പം പിള്ളേർ വെല്ലിശനി അച്ഛനെയും കാത്തിരിക്കാണ്, പൊടിമോൾ അച്ഛനെ കാത്തിരിക്കാണ്. സമയമായിട്ട് അച്ഛൻ വരേണ്ട സമയമായിട്ടുണ്ട്. ആ അച്ഛൻ വരുന്ന സമയമായി. അപ്പം യെസ് യെസ് അച്ഛൻ്റെ വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. കുട്ടൂസേ അച്ഛൻ്റെ ശബ്ദം. ചേട്ടൻ വരുന്നുണ്ട്. ചേട്ടൻ വന്ന് ഒരു കാര്യം ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ട് ചേട്ടാ, അതൊക്കെ ഉണ്ട്. അതൊന്നുമല്ല, ലോണിന്റെ ഒന്നല്ല. ദാ മേശപ്പുറത്ത് ഇരിക്കണതാണ്. അതെന്ത് പെട്ടിന്ന് എനിക്കും അറിയില്ല. അതാണ് കൊറിയർ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. എന്താന്നറിയില്ല, നമ്മള് കാലത്ത് പണിക്ക് പോയപ്പോ ഒരു കൊറിയർ വന്നിട്ടെന്ന് പറഞ്ഞിട്ട് ഫോൺ വന്ന കൊറിയർ ഓഫീസിൽ നിന്ന് ക്രിക്കറ്റ് കളിക്കാം. ഇവിടെ കത്തല കണ്ടിട്ട് നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഓർഡർ ചെയ്തല്ലേ നീ? പൈസ ഒന്നും കൊടുക്കണ്ടായിരുന്നു. പൈസ കൊടുക്കണ്ട വന്നിട്ടില്ല. എന്തായാലും പൈസ കൊടുക്കണ്ട. വേറെ പെട്ടി, പെട്ടിനുള്ളിൽ വേറെ പെട്ടി. ഫോണിന്റെ വന്നിട്ടുണ്ട്. ഫോണടിക്കുമ്പോ ഫോൺ അങ്ങനെ പറഞ്ഞല്ലോ എല്ലാരും. ഫോൺ അങ്ങനെ പറഞ്ഞ അവന്റെ കയ്യില് പൈസ പോലില്ല. പിള്ളേർക്കൊക്കെ ഹാപ്പി പോയോ ഫോണടി ഉള്ളിൽ നോക്ക്. നമുക്ക് ഒരു ഫോൺ കിട്ടും. നമ്മളൊന്നും ഓർഡർ ചെയ്യൊന്നും ചെയ്തിട്ടില്ല. ഫോണാണ് ആപ്പിളിന്റെ ഇതൊക്കെ കണ്ട്. അയ്യോ എനിക്കുള്ള ഫോൺ കിട്ടി. അയ്യോ നമുക്ക് ഫോൺ ഇട്ടാ ആപ്പിളിന്റെ ഫോണ്. ആപ്പിളിന്റെ ക്യാമറ ഒക്കെ ഉണ്ട്. നമുക്കിത് അറിയിക്കുമ്പോ മേടിക്കുന്ന ഫോൺ തന്നെയാണോ? ഒറിജിനൽ തന്നെയാണോ നോക്കി നോക്കിയേ. അതെ, ആപ്പിളിന്റെ ഫോണാണ് കേട്ടാ. ആരോ എന്താ കവറുണ്ട്, പിന്നെ ചില്ലുണ്ട് കേട്ടാ. ചില്ല് നമ്മുടെ ഇത് മുട്ടിക്കാനുള്ള ചില്ല്, ബാക്കിയുള്ള കാര്യങ്ങള്, ചാർജർ ഇതൊക്കെ ഉണ്ട് കേട്ടാ. പേര് എഴുതിയിട്ടില്ല. അപ്പൊ നമുക്ക് ചാർജർ. അപ്പൊ എന്താ പറയാ, കവർ എടുത്താ നോക്കട്ടെ. ഇതാണ് കവറ് ആപ്പിളിന്റെ. സിമ്മ അല്ല ഇതിനൊക്കെ എന്താ വേറെ കുറെ പരിപാടികളൊക്കെ ചെയ്യണ്ടേ? അത് ഫോൺ കടയിൽ കൊണ്ടുപോയിട്ട് ശരിയാക്കേണ്ടി വരും. ഇതില് മറ്റേ നെറ്റ് ഉണ്ടാവും. ഇതില് ഇതൊക്കെ ഇനി സിം ഇട്ട് ശരിയാക്കണം. പക്ഷെ എന്താ പറയാ, ഒരു
ആപ്പിള് ഐഫോൺ ഐഫോൺ അതന്നെ എങ്ങനെയുണ്ട് ലോക്കൊക്കെ ഇതിന്റെ അടുത്തൊന്നും കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ നമുക്ക്. മോൻ വന്നിട്ട് വേണം. അപ്പോ ഇത് ചെറിയ ഫോണാണ്. ഇനി എത്ര പൈസ ആവുന്നൊന്നും അറിയില്ല. നല്ല പൈസ ഉണ്ട് എന്തായാലും ഫോണ്. ഇതിലെന്തിട്ട് എഴുതിയിട്ടില്ല. അപ്പൊ ഇതില് എഴുതിയിട്ടുള്ളത് നിങ്ങളുടെ ഗിഫ്റ്റ് എഴുതിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കാര്യം കൂടി എഴുതിയിട്ടുണ്ട്. പൂക്കുമ്പോ തുടക്കി ചേട്ടൻ വന്നിട്ട് നോക്കാം. അതായത് അല്ലെങ്കിൽ ഇതിൽ എഴുതിയില്ല. നിങ്ങളുടെ വീഡിയോ ഞങ്ങൾ കാണാറുണ്ട്. എനിക്കൊരുപാട് ഇഷ്ടമാണ്. പക്ഷെ നിങ്ങളുടെ വീഡിയോയിൽ ആകെ കൂടി ഒരു കുറവുള്ളത് എന്തിട്ടാന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോണിൻ്റെ ക്ലാരിറ്റി. ആ ക്ലാരിറ്റി കുറവിൽ നിങ്ങൾ ഒരുപാട് ദൂരങ്ങളിലെത്താൻ നിങ്ങൾക്ക് ഈ ഫോൺ സഹായിക്കുമെന്ന് വിചാരിക്കുന്നു. ആളുടെ പേര് എഴുതിയിട്ടില്ല. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട്. നമ്മൾ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല. ഇത് നമ്മളെന്താ പറയാ ഐഫോൺ 15 ആണ്. എങ്ങനെയാ പെട്ടിയിലും എഴുതിയിട്ടുള്ള ഐഫോൺ 50 ഐഫോൺ അത് ചെയ്തില്ല. ഐഫോണാണ് കേട്ടാ. ഐഫോണാണ്. ഇതെന്താ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആ അതെ ആപ്പിളിന്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഐഫോൺ 50 ഐഫോൺ 50 എന്ന് പറയുന്ന ഒരു സംഭവം അയച്ചു തന്നിട്ടില്ല. നമുക്ക് ഇതിനെ കുറിച്ച് വലിയ അറിവില്ല. മോൻ വരുമ്പോ മോനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. പേര് പറഞ്ഞിട്ടില്ല. അപ്പൊ അതെ കണ്ട നമുക്ക് ഐഫോണാണ് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളത്. ഇതിന്റെ പരിപാടികളൊന്നും നമുക്കറിയില്ല. അപ്പൊ അയച്ചാന്ന് വെച്ചാൽ ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ നമുക്കിത് ഇതിന്റെ കാര്യങ്ങള് മോൻ വന്നിട്ട് ചോദിച്ചിട്ട് നമ്മൾ ഇതില് ഈ സിമ്മ് മാറ്റി അങ്ങോട്ട് ഇടണമെന്നൊക്കെ ഉള്ള പരിപാടി ഉണ്ടല്ലോ. പിന്നെ അതിന്റെ ഇതൊക്കെ പിന്നെ ഇത്രയും വിലയുള്ള ഫോണൊന്നും നമ്മള് ഉപയോഗിച്ചിട്ടില്ല ഇതുവരെയായിട്ടും. ഞാനൊരു സാധാരണ ഫോൺ മേടിക്കണം എന്ന് വെച്ചിരിക്കായിരുന്നു. സാധാ ഫോൺ. അപ്പോഴാണ് ഇത് ഇങ്ങനെ വന്നത്. എന്നിട്ടാ പറയണ്ടേന്ന് ഒരു പെടുത്തില്ല. ഏതോ ഒരു ചേട്ടനാ ചേച്ചി ആരാന്നറിയില്ല. പക്ഷെ വളരെ വളരെ ആൾക്ക് നന്ദി. ഒരുപാട് സന്തോഷം. വളരെ വളരെ നന്ദി. കാരണം ഞങ്ങളുടെ ഫോൺ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് എന്തിന്റെ ക്ലാരിറ്റി കുറവാണെന്നാണ് പറയണത്. അപ്പൊ ഞങ്ങൾ എങ്ങനെയും ഒരു ഫോൺ EMI എടുക്കണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. അപ്പൊ ഒരുപാട് നന്ദിയുണ്ട്. ആ ചേട്ടനായാലും ചേച്ചിയായാലും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ ഈ ഇത്രയും വിലപിടിപ്പുള്ള ഒരു ഗിഫ്റ്റ് തന്നേല്. അപ്പൊ എല്ലാരും എന്താ പറയാ ഒന്നും പറയാൻ വാക്കുകളില്ല. അപ്പൊ ആ ചേട്ടന് ശരി. അപ്പൊ വളരെ സന്തോഷം. എല്ലാരും സപ്പോർട്ട് ചെയ്ത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അപ്പൊ പോകാൻ ചേർത്തിരി ഇതാട്ടാ നമുക്ക് ഗിഫ്റ്റായി കിട്ടിയ ഫോണാണ്. തിരിച്ചു പിടിച്ച ക്യാമറ കാണിച്ചു കൊടുക്ക്. തന്നെ ഫോൺ ആപ്പിളിന്റെ ഫോണാണ് കേട്ടോ. പൊടിമോൾക്ക് എന്നിട്ട് പറയാനുള്ള താങ്ക്സ്. അത് പിച്ചി പൊളിക്കണ്ട എടുത്തേക്ക്. സുട്ടുമോ വന്നിട്ട് അത് നമുക്ക് ഫോണിന്റെ കടയിൽ പോയിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം. എടുത്തേക്ക് അതുപോലെ തന്നെ എടുത്തേക്ക്. അതൊക്കെ എങ്ങനെയാലും വെക്കി. തൽക്കാലം പെട്ടിയിൽ തന്നെ കൂട്ടി വെക്കി. അപ്പം ഇത് വന്നത് നമ്മൾക്ക് നിങ്ങളെല്ലാവരും കാണിക്കുന്നത് തോന്നി. ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയേറെ നമ്മൾ കുറേ ചേട്ടന്മാർ ചേച്ചിമാർ സ്നേഹിക്കുന്നുണ്ട്. നമുക്ക് വളരെയേറെ സന്തോഷം. അപ്പോൾ ഒന്നും പറയാനില്ല. അപ്പം